ഞാൻ സ്റ്റോറി ഇട്ടു അതും പറഞ്ഞു മാരേജ് കഴിക്കാൻ. അതെനിക്ക് പറ്റില്ല, ഞാൻ മാരേജ് കഴിച്ച് പറ്റും. അങ്ങനെ മാരേജ് നന്നായിട്ട് നടന്നു. പക്ഷെ ആറും നന്നായിട്ട് കെയറിങ് ചെയ്യാൻ തുടങ്ങി. അവനെ കൊണ്ട് കുറച്ച് ഡേയ്സ് പോയി. ഇപ്പോൾ കോളേജ് ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. ആറും ഇപ്പോൾ രണ്ടുപേരും വേറെ വേറെ റൂമാണ്. മാരേജ് കഴിഞ്ഞ് ഹസ്ബൻഡ് വൈഫായ എന്താ ചെയ്യുക, എല്ലാം വേറെ വേറെയാണ്. അങ്ങനെ ഫസ്റ്റ് ഇയർ കോളേജ് ജോയിൻ ചെയ്യുമ്പോൾ ആറും ഡ്രോപ്പ് ചെയ്തു. എല്ലാവരും കോളേജ് ഡ്രോപ്പ് ചെയ്യുമ്പോൾ എല്ലാ ഗേൾസിൻ്റെ കണ്ണ് ആറാമിന് മേലാണ്. ഭയങ്കര ഹാൻസമായിട്ടുണ്ടല്ലോ, ഗേൾസ് എല്ലാം പറയാൻ തുടങ്ങിയായിരുന്നു. ആറാമിനെ ഡ്രോപ്പ് ചെയ്ത് ആറാം പോയി. അതെ, ഇങ്ങനെയായിട്ട് അങ്ങനെ കോളേജിൽ വന്നിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ് കുറച്ച് ഫ്രണ്ടും വിളിച്ച് ഹായ് ഐ എം കീർത്തി, ഹായ് ഐ എം ഓയൻ. അങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സായി. നിങ്ങൾ കാണാൻ ഐ എം ഇന്ത്യ അങ്ങനെ തന്നെ പറഞ്ഞു. ഓ ഇന്ത്യയാണോ? അങ്ങനെ ഓയൻ പറഞ്ഞു അതെ ഞാൻ ഇന്ത്യയാണ്. അങ്ങനെ കീർത്തി പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ഫ്രണ്ട്സുമായി അങ്ങനെ ആയിരുന്നു. ഒരു പെണ്ണ് വന്നു, ഒരു മേക്കപ്പ് ചെയ്യുന്ന പെണ്ണ് മതി. ഹലോ, എൻ്റെ പേര് ജാസ്മി. ഹായ് ജാസ്മി. അതെ, നീ ഇപ്പോൾ വരുമ്പോൾ ഒരു കാറിലുണ്ടായി ഹാൻസമായിട്ട്. അതാരാ? അത് ഞാനൊന്നും പറയാം. അതെന്തിനാ? ഒന്ന് ചോദിച്ചതാണ്. അവരുടെ ഫോൺ നമ്പർ കിട്ടുമോ? അതൊന്നും തരാൻ പറ്റില്ല. എന്നാൽ പെണ്ണ് വഴക്കുണ്ടാക്കി കല്ലാക്കി പോയി. എന്ത് പറ്റി? അങ്ങനെ കയറ്റി പറഞ്ഞു, ഇവളൊരു കോളേജിൽ വലിയ റൗഡി മതി. അതെ, ആരാ വന്നത്? അതെൻ്റെ ഹസ്ബൻഡാണ്. അതൊരു ഹീറ്റ് ഷോക്ക്. അതെയാണോ? അതെ. അങ്ങനെ ഇവിടെ കോളേജിലെ പ്രൊഫസർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഹസ്ബൻഡ് അടുത്ത്. അങ്ങനെയാണ്. ഞാൻ ജോലിയായിട്ട് ഫ്രണ്ട്സിനെ കൂടെ ഫ്രണ്ടും കിട്ടി. ഒരു ബോയും ഒരു ഫ്രണ്ടും കിട്ടി. പേര് അർജുൻ. ഹായ്, ഞങ്ങൾ രണ്ടും ഇന്ത്യയിൽ വന്നതാണ്. പറഞ്ഞു. അങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സായി മാറി. അങ്ങനെ ഡേയ്സ് ഇങ്ങനെ പോയി. അങ്ങനെ ആ പെണ്ണ് വഴിക്കൊണ്ടാ തല്ലുണ്ടാക്കിയോണ്ടിരിക്കുക. നമുക്കൊന്നും അറിയില്ലായിരുന്നു. ആ പെണ്ണ് ഇവളൊന്ന് എപ്പോൾ ദിവസം കാണുമ്പോൾ ആ പെണ്ണിനെ കുറിച്ച് ജേഴ്സാണ്. ആ പെണ്ണാണ് കോളേജിൽ നല്ല സുന്ദരിയായിട്ട് പെണ്ണാണ് പറയാം. അത് ഇവൾക്കൊന്നും ഇങ്ങനത്തെ ചെക്കൻ ഇടുന്നത് അത്. പക്ഷേ ഇവൾ ഒരു പ്ലാൻ ചെയ്തു. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എനിക്ക് അവനെ ഇഷ്ടപ്പെട്ടു അച്ഛാ, എനിക്കവരെ കല്യാണം കഴിക്കണം. ഒരു കമ്പനി CEO അറിഞ്ഞ് ആ പെണ്ണ് പോയിട്ട് അച്ഛനോട് പറഞ്ഞു. അതെങ്ങനെ കണ്ടുപിടിച്ച അങ്ങനെ ആറാമിൻ്റെ കമ്പനിക്ക് പോയി. ഹായ് അതെ, എൻ്റെ മോളെ നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ പറ്റുമോ എന്നെ ആറാമിനോട് ചോദിച്ചു. ആറാം സോറി സർ, എനിക്ക് ഓൾറെഡി മാരേജായി. ആറാം പറഞ്ഞു. ഇതൊരു ഷോക്കായി. സർ, എനിക്ക് ഓൾറെഡി മാരേജായി. സോറി സർ എന്ന് പറഞ്ഞു. അത് കേട്ട് അപ്പൻ്റെ അച്ഛനോട് അച്ഛൻ നിങ്ങൾ സംസാരിച്ചോ എന്ന് പെണ്ണ് ചോദിച്ചു. ഇല്ല മോളെ, അവൾക്ക് ഓൾറെഡി മാരേജായി അറിഞ്ഞു. അങ്ങനെ കോളേജിൽ വന്ന് ആയിക്കോട്ടെ കേട്ടു. ആറാം കോട്ട് മാരേജായി എന്നറിയും. അതെ, എനിക്ക് മാരേജായി എന്ന് പെണ്ണുണ്ടോട് പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് വഴക്കുണ്ടാക്കിയത് കോളേജ് പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞു. എന്താ ഇവിടെ വഴക്ക്? സാർ, എൻ്റെ ബോയ് ഫ്രണ്ട് പറഞ്ഞു ഇവിടെ നടക്കുക സാർ. ആരാ ബോയ് ഫ്രണ്ട്? ആ പെണ്ണ് പറഞ്ഞു ഇവരാണ്. എൻ്റെ ബോയ് ഫ്രണ്ട്. ഇങ്ങനെ ഇങ്ങനെ വഴക്കുണ്ട്. ആ പെണ്ണ് അച്ഛന് വന്ന് പറയുന്നത് തല്ലുണ്ടാക്കി. സാർ, എൻ്റെ മോളെ ഇടിച്ചത്. അങ്ങനെ അപ്പോൾ എൻ്റെ അച്ഛൻ തല്ലി രണ്ടുപേരും. പിന്നെ ആ അച്ഛന് വന്നായിരുന്നു. അങ്ങനെ പിന്നെ ആറാം വന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ആറാം ചോദിച്ചു. എന്താ ഇവിടെ ഇങ്ങനെ നടന്നവരും? സാർ, നിങ്ങൾക്കറിയില്ല സാർ, എൻ്റെ വൈഫ് ആരുടെ ഉണ്ടാക്കിയത്? അങ്ങനെ ആ പെണ്ണൊക്കെ ഷോക്ക്. എന്താ വൈഫാ? ഈ പെണ്ണ വൈഫ്. ആറും കണ്ടായി പറയാം. നിങ്ങളെ മോളും എൻ്റെ വൈഫിനെ ഇപ്പോൾ ദിവസം ചെയ്യുന്നത് എനിക്കറിയും. അറിഞ്ഞു ഞാൻ മിണ്ടാതിരിക്കാൻ എൻ്റെ വൈഫിന് കാരണം. എൻ്റെ വൈഫിനോട് എന്ത് വന്ന് ചെയ്ത് ഞാൻ ബാക്കി വെക്കാൻ അച്ഛനോട് പറഞ്ഞു തുടങ്ങി. ആ പെണ്ണിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോഴതിന് വേറെ പാർട്ടി ഒന്നുണ്ടായിരുന്നു. ആ പാർട്ടിയിൽ അവരെ കൂടെ രണ്ടാമത്തെ വൈഫാവുന്ന പ്ലാൻ ചെയ്ത് ഫസ്റ്റ് വൈഫിനെ അവൾ കൊല്ലാൻ പ്ലാനുണ്ട്. ഇത് ആറാമൊക്കെ എത്തി. ഇത് നീ ചെയ്യാൻ പോവാം. ആറാം വേറെ പ്ലാൻ ഇട്ടു. അങ്ങനെ ആ പെണ്ണിൻ്റെ അച്ഛന് വേറൊരു പറഞ്ഞ പെണ്ണിൻ്റെ അച്ഛന് ബിസിനസ് നശിപ്പിച്ച് കഴിഞ്ഞു. ആ പെണ്ണ് തിരിഞ്ഞ് ഒരു സൈക്കോ മതി. ആ പെണ്ണിന് നല്ല ഒരു ഇൻട്രസ്റ്റ് ഉള്ള ചെക്കൻ. അവനെ ഇവളെ ഒന്നിപ്പിച്ചു. അവനെ ഇവളെ മിരട്ടി ഇവളെ കല്യാണം കഴിച്ചു. ജോലിയുടെ ഇപ്പോൾ ആ പെണ്ണിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പെണ്ണിപ്പോൾ സാഡായി മാറി. ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവളെ അച്ഛൻ കമ്പനി നഷ്ട വേണമായിട്ട് അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോയി. ഇപ്പോൾ തേർഡ് ഇയർ ആണ്, പഠിക്കുകയാണ് കോളേജിൽ.
ചേച്ചി എന്ത് പറ്റി മോളേനെ എന്ത് ചെയ്യാം? ഞങ്ങൾക്ക് ഓക്കെയാണ് അമ്മ. എന്താ മോളെ എപ്പോൾ കുട്ടി എനിക്കിന അത് തന്നെ അമ്മ നെട്ടേടി പഠിക്കാനല്ലേ അതല്ല പറയുന്നതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. പറഞ്ഞ എപ്പോൾ ഇത് ബേബി ഇവൾ പഠിക്കുകയാണല്ലോ പഠിച്ചത് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു ഇതായി അങ്ങനെ ടെരിയർ അത് ടെരിയർ ഇത് ഈ ടെരിയർ ഫുൾ ഗ്രാജുവേറ്റായി ഗ്രാജുവേറ്റ് പാർട്ടിയായിരുന്നു ബേബി ഞാൻ വീട്ടിൽ കൊണ്ടുവന്നു. കുളിക്കാൻ നീ കുളിച്ച് ബ്രഷ് ആയിക്കോന്നു അങ്ങനെ കുളിച്ച് ബ്രഷായി. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമോ? എന്ത് സ്റ്റാർട്ട് എന്താണ് ലൈഫ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അതെ എനിക്ക് അറമുനെ പറ്റി ഇഷ്ടമാണ്. അതുമാത്രമല്ല നല്ല ഓഫിയാണർ പിന്നെ ഫാമിലിക്കും അറിയും നല്ല ഇത് ചെയ്യുന്നതാണ്. ലൈഫ് സ്റ്റാർട്ട് ചെയ്തു ഭയങ്കര ഹാപ്പി ആയിരിക്കാൻ തുടങ്ങി. ഇപ്പോൾ കുറച്ച് വർഷം കഴിഞ്ഞു. അതെ നമുക്ക് കുട്ടികളുണ്ട്. 2 കുട്ടികൾ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഒരു കുട്ടിക്ക് എരഞ്ഞുകൊണ്ടുള്ളതാണ്. ഇപ്പോൾ ആരവൻ്റെ വൈഫ് കഴിഞ്ഞിട്ടാണ്. എന്താ ഇവിടെ തല്ല് പില്ലും അമ്മയ്ക്ക് ഇഷ്ടമില്ലേ? 2 പേർക്ക് തല്ലുണ്ടാക്കാം. എന്ത് പറ്റി? 2 ബേബി വഴക്കുണ്ടാക്കാം. അത് ഫസ്റ്റ് ബോയ് ബേബി നെക്സ്റ്റ് രണ്ടാമത്തെ ഗേൾ ബേബി. അച്ഛാ ഇവിടെ നോക്കച്ചാ ഇവിടെ എനിക്ക് ബുക്ക് തരില്ല. എന്താ ബുക്ക്? എന്തടാ ബുക്ക്? ആറമ്മ 2 കുട്ടി വഴക്കുണ്ടാക്കുക. എനിക്ക് പഠിക്കണോ ബുക്ക്? അറവന് മുറിക്കാൻ തുടങ്ങി. അയ്യോ ജിന്ന് വിളിച്ചിരിക്കാൻ തുടങ്ങി. അതെ ജിന്നും ജഹു വിരുന്ന് ശരിക്കാൻ തുടങ്ങി. അയ്യോ ഇവരെ കാര്യം. അതെ 2 ഫ്രണ്ട്സും കിട്ടിയായിരുന്നു. അതെ പുതിയൊരു ഫ്രണ്ട് കീർത്തിയും ജിന്നിനെ മാരേജ് കഴിച്ചായിരുന്നു. അങ്ങനെ ജിന്നും ഷോക്ക്. എന്തൊരു ഇവിടെ നടക്കുന്നത്? ഒന്നുമില്ല. അങ്ങനെ ജഹു ഇപ്പോൾ ഒരു ബേബി ഉണ്ട്.